എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും നന്ദിയാണ് പറയാനാണ്. എൻ്റെ മലയാള സിനിമയുടെ തുടക്കമാണിത്. അപ്പോൾ ലിജോ സാറിനോടും ലാലേട്ടനോടും ശിവ സാറിനോടും ഒക്കെ എല്ലാവരോടും നന്ദി പറയുകയാണ്. തുടക്കം തന്നെ ഒരു വലിയ, എല്ലാവരും ഒരേപോലെ നോക്കിക്കാണുന്ന ഒരു വലിയ മൂവിയിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞു. അതിലൊരുപാട് നന്ദി പറയുകയാണ്. ഞാൻ ഹോൾ ടീമിനോടും മഹാദേവരോടും ഒക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ പാട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു സോങ്. അപ്പോൾ ഒരുപാട് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ് ലിജോ സാറിനോടും എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും കാണും, എല്ലാവരെയും പോലെ ഞാനും ഒരേപോലെ വെയിറ്റ് ചെയ്യുകയാണ് 25th. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കാത്തിരിക്കാം 25-ാം തീയതി വരെ. മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ്. കറക്റ്റ് ഈ ഒരു വർഷം, ഇന്ന് ഒരു വർഷം ആകുക. അത്രയും സമയം എടുത്ത് ചെയ്തൊരു സിനിമയാണ് മലൈക്കോട്ട വോളിബൽ. കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കൂടുതലും രാജസ്ഥാനിലാണ്, മദ്രാസിൽ, ജയ്സൽമീർ, പൊക്രാൻ, ചിഞ്ചി ഫോർട്ട്, പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ്. ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല, ഈ ജോണറിലുള്ളൊരു സിനിമ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇതിനൊരു കാലദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ഫോക്ലോർ, ഒരു നാടോടി കഥ പോലത്തെ സിനിമയാണ്. അതിനെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. I'm absolutely thrilled to be a part of this. I'm a huge fan of Mohanlal sir, a huge fan of Lijo sir's work, and I think for a Malayalam film it can't get bigger than this, having the grandeur of Lal sir and the absolutely amazing content and vision of Lijo sir. So I've done Marathi films, I've done Hindi films, but this is the first time I'm coming down south doing a film in Malayalam, and it's going to be releasing in Kannada, Tamil, Telugu and Hindi. So honestly it's like a dream project to be a part of. Along with Lal sir we have this very interesting cast. We are all coming from different worlds, and I'm sure you will love this experience on screen. The only Malayalam that I can speak is Kan Kanda the Pavanam. What is this? The teaser that you all have loved. I want to request Lal sir to say the lines in the teaser, and the actual meaning of the teaser or whatever the teaser means is going to be the film. The absolute truth and miracle on the cinema is a part of the teaser. I want to request from all of you and the team, Lal sir, please, the teaser lines. Yeah, I'll tell after some time. Okay. Okay, sure. Right. നമസ്കാരം. ഒറ്റ കാഴ്ചയിൽ മലൈക്കോട്ടെ വാലിക്കോട്ട് പോസ്റ്റർ പോലെ തോന്നി. ഓക്കെ, അപ്പോൾ 25-ാം തീയതി സിനിമ റിലീസാവുകയാണ്. ഇപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം, ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് 25-ാം തീയതി. വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിനായിട്ട്. അത്രയാണ് ഇപ്പോൾ നിലവിൽ പറയാനുള്ള ഒരു ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. അവസരം തന്ന ലിജോ സാറിനും ശിവ സാറിനും എല്ലാവർക്കും നന്ദി. ലിജോ സാറിനോട് അവസരം ചോദിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ചോദിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാൻ 2-3 കൊല്ലം മുമ്പ് അവസരം ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് വിളിക്കാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിജോ സാറ് അത് എത്ര കൊല്ലം കഴിഞ്ഞാലും വിളിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. ഒരുപാട് പുതിയ താരങ്ങൾക്ക് അതിന്. ഹലോ, ഞാൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പത്രസമ്മേളനം നടത്താറുണ്ട്. പക്ഷേ ഇതുപോലൊരു പത്രസമ്മേളനം
എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമത്തെ അനുഭവമാണ്. മാത്രവുമല്ല, എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വഴി ബോധ്യപ്പെടുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഈ സിനിമയെ വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹൈപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഒരു പ്രതിഭയും പ്രതിഭാസവും ഒത്തുകൂടുന്ന ഈ സംരംഭത്തിന് അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, അതിൻ്റെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഇത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നിർബന്ധമായി കാണേണ്ട ഒരു ഫാമിലി ഓഡിയൻസിനടക്കം പെർഫോമൻസ് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ലിജോയുടെ ഒരു സിനിമയാണ്. അതിനപ്പുറത്തേക്ക് വിശദാംശങ്ങൾ ഇവരുടെ എല്ലാവരും പറയും. എനിക്ക് വീണ്ടും അടിവര ഇടാനുള്ളത് മലയാളം സിനിമയിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അപൂർവമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഈ ചിത്രത്തിന്റെ കഥ റഫീ. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ്. കാരണം ഞാൻ ലാലേട്ടൻ്റെ കൂടെയുള്ള 6ാമത്തെ സിനിമയാണ് എൻ്റെ. ഈ 6 സിനിമകളിൽ 5 സിനിമകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറായിരുന്നു ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. അത് അതിൻ്റെ അവസാനം സംഭവിച്ചതായിരുന്നു മലയാള സിനിമയെ മുഴുവനായും ഔട്ട്ഡോറിലേക്ക് പറിച്ചു നട്ട ഓളവും തീരവും എന്ന സിനിമ റീമേക്ക് ചെയ്യുന്നു. MT സാറിൻ്റെ 10 കഥകളുടെ ഭാഗമായി പ്രിയൻ സാർ ചെയ്യുന്നു. അപ്പോൾ പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാൽ സാർ ചെയ്യുന്നത് മധു സാർ ചെയ്യുന്ന ക്യാരക്ടറാണ്, ജോസ് പ്രകാശ് സാർ ചെയ്ത ക്യാരക്ടർ ഹരീഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ MT സാറിൻ്റെ ഡയലോഗും കഥകളും ഒക്കെ കേട്ട് സ്വപ്നം കണ്ട് നടന്നിട്ട് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരവും ഭാഗ്യവുമായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുമ്പെയാണ് ഇയാളുടെ കൂടെ എത്തേണ്ട സമയമായല്ലോ ഈ നിയമയവും ജല്ലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു മനസ്സിൽ. അപ്പോഴാണ് അദ്ദേഹം ലിജോ വിളിക്കുന്നത്. അത് അതിലേറെ വലിയൊരു ഭാഗ്യം. അതാണ് ഞാൻ ഇതിൻ്റെ ഇരട്ടി മധുരം എന്ന് വിശേഷിപ്പിച്ചത്. വീണ്ടും ലാലേട്ടനോടൊപ്പം ആരും കൊതിക്കുന്ന, ഏതൊരു ആക്ടറും കൊതിക്കുന്ന ഒരു കഥാപാത്രം തന്നെ തന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം കുറേ മാസങ്ങളോളം, സാധാരണ നമ്മളൊരു സിനിമയിൽ 3-4 ദിവസം കഴിഞ്ഞ് വരുന്നു, പോകുന്നു, വീണ്ടും ജോയിൻ ചെയ്യുന്നു, അങ്ങനെയല്ലാതെ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 5-6 മാസത്തോളം പ്രതിഭയോടും പ്രതിഭാസത്തോടും ഒപ്പം തന്നെ ഇങ്ങനെ ഇടുക്കി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ സന്തോഷമായ കാര്യം. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. ലോകത്തിലാണ്. കാരണം സിനിമയിൽ വരുന്നോ അഭിനയിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരാളല്ല. പക്ഷെ ഈ ഒരു ഫിലിമിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോരാടുന്നതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പറ്റുന്നതിൽ വളരെയധികം അഭിമാനം, ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നതിൽ തന്നെ. So thank you so much Lijo sir and Lalaten and entire team of Malaikote Valiban. Thank you.